ഹായ്, ഇന്ന് കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോ പോലല്ല, അതിനേക്കാൾ കിടിലൻ ടോപ്പിക്കാണ് ടെക്നോളജി സ്റ്റാർട്ടപ്സും ടെക് എനേബിൾഡ് സ്റ്റാർട്ടപ്സും. അപ്പൊ എന്താണ് ഈ വ്യത്യാസം എന്നുള്ളത് പലരും ആലോചിക്കുന്നുണ്ടാവും. പലരും ചിലപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങളുടെ എല്ലാ സ്റ്റാർട്ടപ്പുകളും ഇതിലേതെങ്കിലും കാറ്റഗറിയിലായിരിക്കും വരുന്നത്. ഒന്നല്ലെങ്കിൽ അത് ടെക്നോളജി സ്റ്റാർട്ടപ്പ് ആയിരിക്കും, അല്ലെങ്കിൽ ടെക് എനേബിൾഡ് സ്റ്റാർട്ടപ്പ് ആയിരിക്കും. അപ്പോൾ പക്ഷേ നിങ്ങൾക്ക് പോലും അറിയണ്ടാവില്ല ഇതിൽ ഏതാണെന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ടെക്നോളജി സ്റ്റാർട്ടപ്പ് എന്നുള്ളത്, എന്താണ് ടെക് എനേബിൾഡ് സ്റ്റാർട്ടപ്പ് എന്നുള്ളതും പറയാം. അതനുസരിച്ച് നിങ്ങൾ ഇറക്കേണ്ട പ്രൊഡക്റ്റ് MVP ആണോ MVO ആണോ എന്നുള്ളത് കാര്യം കൂടി ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ടെക്നോളജി സ്റ്റാർട്ടപ്പ് എന്താണെന്ന് നോക്കാം, ടെക് എനേബിൾഡ് സ്റ്റാർട്ടപ്പ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇതെന്താണെന്നൊക്കെ ഇതിന്റെ ഡെഫിനിഷൻ പറയണമെങ്കിൽ എനിക്ക് എളുപ്പം ഇത് രണ്ടിന് എക്സാമ്പിൾ പറഞ്ഞായിരിക്കും. ഇപ്പോൾ ടെക്നോളജി സ്റ്റാർട്ടപ്പിന് എക്സാമ്പിൾ ഞാൻ ജിമെയിൽ, വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇതൊക്കെ ടെക്നോളജി സ്റ്റാർട്ടപ്സ് ആണ്. ഇനി ടെക് എനേബിൾഡ് സ്റ്റാർട്ടപ്സിന് ഞാൻ എക്സാമ്പിൾ പറയാം. ഊബർ, സൊമാറ്റോ, ഓയോ. അപ്പൊ ഇപ്പൊ തന്നെ പലർക്കും എന്താണ് ഇതെന്നുള്ളത് ഗസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ജിമെയിൽ, വാട്സാപ്പ്, ഫേസ്ബുക്ക് ഒക്കെ ടെക്നോളജി സ്റ്റാർട്ടപ്പുകളും ഊബർ, സൊമാറ്റോ, ഓയോ പോലുള്ളത് ടെക്നോളജി എനേബിൾഡ് സ്റ്റാർട്ടപ്സ്. അപ്പൊ ഇവര് തമ്മിലുള്ള വ്യത്യാസം സിമ്പിൾ ആണ്. ഇവിടെ നോക്കിയാൽ കാണാം, ഇതൊക്കെ ടെക്നോളജി ആണ് നമ്മൾ കൺസ്യൂം ചെയ്യണത്. ഒരു എൻഡ് യൂസറെ കൺസ്യൂം ചെയ്യുന്നത് ടെക്നോളജിയാണ്. വാട്സാപ്പ് ആണെങ്കിൽ നമ്മൾ ആ ടെക്നോളജിയാണ് കൺസ്യൂം ചെയ്യണത്. ഫേസ്ബുക്ക് ആണെങ്കിൽ നമ്മളെ ടെക്നോളജിയാണ്. ജിമെയിൽ ആണ് നമ്മളെ ടെക്നോളജി കൺസ്യൂം ചെയ്യുന്നത്. ഇവിടെ നമ്മൾ ആ ഊബർ ആപ്പ് അല്ല നമ്മൾ കൺസ്യൂം ചെയ്യണത്. ഊബർ കൊടുക്കുന്ന ഒരു ഫിസിക്കൽ സർവീസാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. ഒരു പോയിന്റിൽ നിന്ന് അടുത്തൊരു പോയിന്റിലേക്ക് നമ്മൾ എത്തിക്കുക. ഈ ഒരു സർവീസാണ് നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്, അല്ലാണ്ട് ഊബർ ആപ്പ് അല്ല അത് കൺസ്യൂം ചെയ്യണത്. അവിടെ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ സൊമാറ്റോയുടെ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ സൊമാറ്റോ ആപ്പ് അല്ല. സൊമാറ്റോ നമുക്ക് ആ തരുന്ന ഡെലിവറി സർവീസാണ് അവരുടെ പ്രൊഡക്റ്റ്, അതാണ് നമ്മളവിടെ കൺസ്യൂം ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓയോ എന്ന് പറഞ്ഞാൽ ഓയോന്റെ ആപ്പ് വെബ്സൈറ്റ് ഒന്നുമല്ല നമ്മളവിടെ കൺസ്യൂം ചെയ്യുന്നത്. ആക്ച്വലി നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് ആ ഓയോ റൂമിന്റെ എക്സ്പീരിയൻസ് ആണ്. ഓയോ മിനിമം ഗ്യാരണ്ടി പറയുന്ന കുറച്ച് സാധനങ്ങൾ ഇപ്പോൾ വളരെ മോശമാണ്, എന്നാലും തുടക്കത്തിൽ അല്ലെങ്കിൽ നല്ല ഓയോ റൂമുകളിൽ അവരൊരു മിനിമം സെറ്റ് ചെയ്തേക്കുന്ന സ്റ്റാൻഡേർഡ് വൈറ്റ് ക്ലോത്ത് ഉണ്ടാവും, ബെഡ്ഷീറ്റ് ഉണ്ടാവും, പില്ലോ നല്ലതായിരിക്കും, മിനിമം ക്ലീൻനെസ് ഉള്ള ടോയ്ലറ്റ് ഉണ്ടാവും. ഇങ്ങനെയുള്ള ഒരു മിനിമം സ്റ്റാൻഡേർഡ് പറയുന്ന ആ ഒരു എക്സ്പീരിയൻസ് ആണ് നമ്മളിവിടെ കൺസ്യൂം ചെയ്യുന്നത്. അതുപോലെ തന്നെ എയർബിഎൻബി എടുത്താലും ഓയിൽ എടുത്താലും ഇതൊന്നല്ലാതെ ഏതെങ്കിലും ടെക്നോളജി ടെക് എനേബിൾഡ് സ്റ്റാർട്ടപ്പുകൾ നിങ്ങളുടെ മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അതൊക്കെ നമ്മുടെ ആ ആപ്പോ വെബ്സൈറ്റോ അല്ല കൺസ്യൂം ചെയ്യുന്നത്. നമ്മൾ കൺസ്യൂം ചെയ്യുന്നത് അവർ അതുവഴി നമുക്ക് തരുന്ന സർവീസുകളായിരിക്കും നമ്മൾ കൺസ്യൂം ചെയ്യുന്നത്. നേരെ മറിച്ച് ഇവിടെ ടെക്നോളജിയാണ് നമ്മളിവിടെ കൺസ്യൂം ചെയ്യുന്നത്. ജിമെയിൽ ആ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ആണ് കൺസ്യൂം ചെയ്യുന്നത്. വാട്സാപ്പ് ആണെങ്കിൽ ഇലക്ട്രോണിക് കമ്മ്യൂണിക്കേഷൻ ആണ്. ERP അല്ലെങ്കിൽ ടാലി, ഇതൊക്കെ നോക്കിയേ നമ്മൾ ആ പ്ലാൻ അത് തന്നെയാണ് കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാധനങ്ങളാണ് ടെക്നോളജി സ്റ്റാർട്ടപ്പിലും വരുന്നത്. ഇങ്ങനെയുള്ള നമ്മുടെ ഫിസിക്കൽ സാധനങ്ങൾ ടെക് എനേബിൾ ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കുന്നത് അങ്ങനെയുള്ള സ്റ്റാർട്ടപ്പുകളൊക്കെ വരുന്നതാണ് ടെക് എനേബിൾഡ് സ്റ്റാർട്ടപ്സ്. ഇപ്പൊ നിങ്ങൾക്ക് മിക്കവാറും ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്താണ് ഡിഫറൻസ് എന്നുള്ളതും നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് ഇതിൽ ഏതിലാണ് വരുന്നത് എന്നുള്ളതും. ഇനി മെജോറിറ്റി ഇന്ത്യൻ ഫൗണ്ടേഴ്സിന്റെ സ്റ്റാർട്ടപ്പ് എല്ലാം ഈ ഒരു കാറ്റഗറിയിലാണ് വരുന്നത്, ടെക് എനേബിൾഡ് സ്റ്റാർട്ടപ്സ് ആണ്. ഇനി ഇത് അറിഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് എന്താ പ്രയോജനം? അപ്പോൾ അതിലേക്കാണ് നമ്മൾ ഇനി അടുത്ത് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ഡിസൈഡ് ചെയ്യുക നമ്മുടെ പ്രൊഡക്റ്റ് ടെക്നോളജി സ്റ്റാർട്ടപ്പ് ആണോ അതോ ടെക് എനേബിൾഡ് സ്റ്റാർട്ടപ്പ് ആണോ എന്നുള്ളത്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ സ്റ്റേജിൽ നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു ടൈമാണ് MVPയും MVOയും. MVP എന്താണെന്ന് ഞാൻ പറയാം, മിനിമം വയബിൾ പ്രൊഡക്റ്റ്. MVO എന്ന് പറഞ്ഞാൽ മിനിമം വയബിൾ ഓഫർ. ഇതാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. ഇനി എന്താണ് ഇത് എന്നുള്ളത് ഞാൻ പറയാം. നിങ്ങളൊരു ടെക്നോളജി സ്റ്റാർട്ടപ്പാണ് ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിക്കണമെങ്കിൽ നമ്മൾ ഇനിഷ്യലി നമ്മുടെ ഐഡിയ വാലിഡേറ്റ് ചെയ്യാൻ നമ്മൾ ബിൽഡ് ചെയ്യേണ്ട ഒരു സാധനമാണ്, അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കേണ്ട ഒരു സാധനമാണ് MVP, മിനിമം വയബിൾ പ്രൊഡക്റ്റ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ വാട്സാപ്പ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ശരി, ഇന്ന് കാണുന്ന ഒരു വാട്സാപ്പ് ഉണ്ടല്ലോ, മെസ്സേജ് അയക്കാൻ പറ്റുന്ന, വീഡിയോ വോയിസ് നോട്ട് അയക്കാൻ പറ്റുന്ന, ഇമേജ് അയക്കാൻ പറ്റും, വീഡിയോ അയക്കാൻ പറ്റും, സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനൊരു വാട്സാപ്പ് നമ്മളെല്ലാവരും ഉപയോഗിക്കുന്നുണ്ടല്ലോ. ഈ ഒരു സാധനം ഇറങ്ങിയിട്ടില്ല എന്ന് വിചാരിക്കും. അപ്പൊ ഇങ്ങനെ ഒരു വാട്സാപ്പ് ആണ് നിങ്ങളുടെ മനസ്സിലുള്ള ഒരു ഐഡിയ. അപ്പോൾ ഇത് ഇറക്കാനായിട്ട് നമ്മൾ മെസ്സേജ് ഉണ്ടാക്കി, വോയിസ് മെസ്സേജ് അയക്കാനുള്ള സാധനം ഉണ്ടാക്കി, വീഡിയോ അയക്കാനുള്ള സാധനം ഉണ്ടാക്കി, സ്റ്റാറ്റസ് ഇടാനുള്ള സാധനം ഉണ്ടാക്കി, ഇതെല്ലാം ഉണ്ടാക്കിയിട്ടല്ല നമ്മൾ വാട്സാപ്പ് പ്രോഡക്റ്റ് പുറത്തിറക്കുക. നമ്മൾ അവിടെ ഫസ്റ്റ് ചെയ്യാൻ പോണ സാധനം, ഇങ്ങനൊരു സാധനം ആൾക്കാർക്ക് ഉണ്ടെങ്കിൽ അത് അവർ ഉപയോഗിക്കും. എന്ത് മൊബൈൽ നമ്പർ, നിങ്ങളുടെ അല്ലെങ്കിൽ എൻ്റെ അക്ഷയന്റെ മൊബൈൽ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞാൽ വാട്സാപ്പിൽ ഓപ്പൺ ചെയ്താൽ ഇത് കാണാൻ പറ്റണം, അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയക്കാൻ പറ്റണം. ഇതാണ് നമുക്ക് ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യേണ്ട സാധനം. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മെസ്സേജ് അയക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു സാധനം നമ്മൾ ബിൽഡ് ചെയ്യും, ഒരു ചെറിയൊരു സാധനം. അക്ഷയന്റെ നമ്പർ സേവ് ചെയ്ത് ഞാൻ അക്ഷയ നമ്പർ സേവ് ചെയ്താൽ ആപ്പ് ഓപ്പൺ ചെയ്താൽ അക്ഷയനെ ഇത് കാണിക്കും. അക്ഷയനെ ക്ലിക്ക് ചെയ്താൽ അക്ഷയ്ക്ക് ടെക്സ്റ്റ് മെസ്സേജ് മാത്രം അയക്കാൻ പറ്റും. ഇമോജി പോലും ഇല്ല, ഇമോജിയും ഇല്ല, വോയിസ് നോട്ടും ഇല്ല, വീഡിയോ ഇല്ല, ഒന്നുമില്ല, സ്റ്റാറ്റസും ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ നമ്മൾ വളരെ മിനിമൽ ആയിട്ടുള്ള സാധനം മാത്രമേ ഇറക്കും. അപ്പൊ അതിനാണ് MVP എന്ന് പറയുന്നത്. ഇപ്പൊ പല കമ്പനികളും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള രസകരമായിട്ടുള്ള MVP ഉണ്ടാക്കിയ എക്സാമ്പിൾ ഒക്കെ ലീൻ സ്റ്റാർട്ടപ്പ് എന്ന് പറഞ്ഞൊരു ബുക്കിൽ പറയുന്നുണ്ട്. ലീൻ സ്റ്റാർട്ടപ്പ് ഈ ബുക്ക് എന്താണെങ്കിലും ഫൗണ്ടേഴ്സ് ചെക്ക് ചെയ്തിരിക്കുന്നതല്ല. ലീൻ സ്റ്റാർട്ടപ്പ് മെത്തഡോളജി എറിക് റീസ് എന്ന് പറഞ്ഞൊരു ഓഥറിന്റെയാണ്. അപ്പൊ അതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. കുറെ എക്സാമ്പിൾസ് ഒക്കെ കിട്ടും നിങ്ങൾക്ക് MVP-ന്റെ, അത് കാണാം. അപ്പോൾ ഇതാണ് ടെക്നോളജി സ്റ്റാർട്ടപ്സ് ആണെന്നുണ്ടെങ്കിൽ ബിൽഡ് ചെയ്യേണ്ട സാധനം MVP ആണ്. അവരുടെ പ്രൊഡക്റ്റ് വളരെ ഏറ്റവും ബേസിക് ഫംഗ്ഷൻ, ആ കസ്റ്റമറിന്റെ പ്രോബ്ലം എന്താണോ അത് മാത്രം സോൾവ് ചെയ്യുന്ന വളരെ ബേസിക് ആയിട്ടുള്ള ബഗ്ഗി ആയിട്ടുള്ള ബഗ്സ് ഉള്ള വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇറക്കുന്ന സാധനം. ഒരു മാസം 2 മാസം കൊണ്ട് വളരെ ക്വിക്ക് ആയിട്ട് റിലീസ് ചെയ്യുന്ന സാധനം. അത്രയും അതിന് കുറക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അപ്പൊ ഇതാണ് MVP എന്ന് പറയുന്നത്.
ഇനി ടെക് എനേബിൾഡ് സ്റ്റാർട്ടപ്സ് ആണ് നമ്മൾ ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ബിൽഡ് ചെയ്യേണ്ട സാധനം MVO ആണ്. ഇതിവിടെ പ്രത്യേകം പറയാൻ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ മെജോറിറ്റി ആൾക്കാരും ടെക് എനേബിൾഡ് സ്റ്റാർട്ടപ്സ് ആയിരിക്കും അവരുടെ മനസ്സിലുള്ള ഐഡിയ അല്ലെ അവരുടെ ബിസിനസ് ഐഡിയ. എന്നിട്ട് ബിൽഡ് ചെയ്യാൻ നടക്കുന്നത് മുഴുവൻ MVP ആയിരിക്കും. അപ്പോൾ ഇതല്ല നിങ്ങൾ ചെയ്യേണ്ടത്, മറിച്ച് MVO ആണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പോൾ സൊമാറ്റോ ആണ് നിങ്ങൾ ഉണ്ടാക്കാൻ പോകണമെന്ന് വിചാരിക്കും. ഇതുവരെ സൊമാറ്റോ ഇല്ല, നാട്ടിലൊരിടത്ത് അങ്ങനത്തെ സാധനം ഇല്ല, സൊമാറ്റോ ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ അതിന് മിനിമം വൈബിൾ ഓഫർ ഇവിടെ മനസ്സിലാക്കണം. ഇവിടെ പ്രൊഡക്റ്റ് അല്ല നമ്മൾ ഉണ്ടാക്കുന്നത്, ആ ഓഫറാണ്. ഇവിടെ സൊമാറ്റോയുടെ സാധനം എന്താ, സൊമാറ്റോയുടെ പ്രൊഡക്റ്റ് എന്താ ആക്ച്വലി സൊമാറ്റോന്റെ ആപ്പ് അല്ല സൊമാറ്റോയുടെ പ്രൊഡക്റ്റ്. സൊമാറ്റോയിൽ ബുക്ക് ചെയ്താൽ ഫുഡ് എത്തും, അല്ലെങ്കിൽ 30 മിനിറ്റ് കൊണ്ട് ഫുഡ് എനിക്ക് കിട്ടും എന്നുള്ളതാണ് സൊമാറ്റോന്റെ പ്രൊഡക്റ്റ്. ആ ഡെലിവറിയാണ് അവരുടെ പ്രൊഡക്റ്റ്. അപ്പൊ ക്ലിയർ ആയിട്ട് മനസ്സിലായിട്ട് വിചാരിക്കുന്നത് സൊമാറ്റോന്റെ ആപ്പ് അല്ല പ്രൊഡക്റ്റ്, സൊമാറ്റോന്റെ ആ ഒരു ഡെലിവറി എക്സ്പീരിയൻസ് ആണ് അവരുടെ പ്രൊഡക്റ്റ്. 30 മിനിറ്റിൽ ഫുഡ് എത്തും എന്നുള്ളതാണ് അവരുടെ ആ ഒരു പ്രൊഡക്റ്റ്. ഇത് ക്ലിയർ ആയല്ലോ. അപ്പോൾ ഇന്നിപ്പോ കാണുന്ന സൊമാറ്റോക്ക് എന്തുണ്ട് അത് നമുക്ക് ആദ്യം പറയാം. സൊമാറ്റോയുടെ കസ്റ്റമർ ആപ്പ് ഉണ്ട്, പിന്നെ ഡെലിവറി ബോയ്ക്ക് ആപ്പ് ഉണ്ട്, ഹോട്ടല് റെസ്റ്റോറന്റിന് ആപ്പ് ഉണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ബിൽഡ് ചെയ്തിട്ടല്ല സൊമാറ്റോ പോലുള്ള ഒരു പ്രൊഡക്റ്റ് വർക്ക്ഔട്ട് ആവില്ലേ നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകണം. നേരെ മറിച്ച് നമ്മൾ ചെയ്യാൻ പോകണം എന്താ കാര്യം, ഇങ്ങനെ പ്രൊഡക്റ്റ് ഇറക്കാൻ പോകണം. സൊമാറ്റോ ഇല്ലാന്ന് വിചാരിക്കും, നാട്ടിലൊന്നും സൊമാറ്റോ പോലൊരു സാധനം കേട്ടിട്ടില്ല. നമ്മൾ ആദ്യം ചെയ്യാൻ പോണത് ചിലപ്പോൾ ഒരു നോട്ടീസ് പ്രിന്റ് അടിക്കും, എന്നിട്ട് നമ്പർ കൊടുക്കും. ഈ നമ്പറിലേക്ക് വിളിച്ചാൽ 30 മിനിറ്റ് കൊണ്ട് ഫുഡ് എത്തും. ഇതായിരിക്കും നമ്മൾ പറയാൻ പോകണം. അപ്പോൾ ആ നമ്പറിലേക്ക് വിളിക്കും, ആൾക്കാർ വിളിച്ചു എന്ന് വിചാരിക്കും. വിളിച്ചാൽ നമ്മൾ തന്നെ ഫോൺ എടുക്കുക. നമ്മുടെ സ്റ്റാഫ് എന്നൊന്നും പറയാനായിട്ടുണ്ടാവില്ല, കാര്യം ഇനിഷ്യൽ സ്റ്റേജിലാണ്. നമ്മളതിലേക്ക് മിക്കവാറും ഫോൺ എടുക്കുക. ഫോൺ എടുത്തിട്ട് അവർ ഓർഡർ എന്താ വേണ്ടത്, 3 പൊറോട്ട ബീഫ് കറി. ഇത് നമ്മൾ നേരെ ഹോട്ടലിൽ വിളിച്ചിട്ട് പറയും 3 പൊറോട്ട ബീഫ് കറി ഒന്ന് റെഡിയാക്കി വെച്ചേക്കണോട്ടോ, നമ്മുടെ ഒരാൾ വരും വാങ്ങാനായിട്ട്. നമ്മുടെ ഒരാളില്ല, നമ്മുടെ ഡെലിവറി ബോയ്, മിക്കവാറും ഡെലിവറി ബോയ് ആയിരിക്കും നമ്മൾ തന്നെ ആയിരിക്കും. നമ്മൾ തന്നെ പോയിട്ട് ഈ സാധനം അവിടെ നിന്ന് കളക്ട് ചെയ്യും, പൈസയും കൊടുത്ത് നമ്മൾ കളക്ട് ചെയ്യും. ഇത് നേരെ വന്ന് കസ്റ്റമറുടെ അടുത്ത് പോയിട്ട് ഈ സാധനം ഡെലിവറി ചെയ്ത് നമ്മൾ ക്യാഷ് വാങ്ങും. അപ്പോൾ അവിടെ നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഓഫർ നമ്മൾ ഫുൾഫിൽ ചെയ്ത്, ഒരു ആപ്പോ ഒരു വെബ്സൈറ്റോ ഒന്നും ഇല്ലാണ്ട് തന്നെ നമ്മൾ ആ കസ്റ്റമർക്ക് കിട്ടേണ്ട സാധനം അവിടെ ഫുൾഫിൽ ചെയ്ത്, അവന് വേണ്ടത് 30 മിനിറ്റിൽ ഫുഡ് കിട്ടുക എന്നുള്ളത് ഫുൾഫിൽ ചെയ്യാൻ പറ്റിയല്ലോ. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നമ്മൾ ടെക് എനേബിൾഡ് ബിസിനസ്സുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പോൾ ടെക് എനേബിൾഡ് ബിസിനസ്സുകളാണെന്നുണ്ടെങ്കിൽ ഈ ഓഫർ ഫുൾഫിൽ ചെയ്യാനായിരിക്കും നമ്മൾ എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ആ ഓഫർ ഫുൾഫിൽ ചെയ്യാനായിട്ട് നമുക്ക് ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ടെക്നോളജികൾ ഉപയോഗിച്ചാൽ മതി. ഇപ്പൊ ഇവിടെ നമ്മൾ ഉപയോഗിച്ചത് ഫോൺ കോളുകളായിരിക്കും. ഇനിയിപ്പോ ചിലപ്പോ നിങ്ങളൊരു ആപ്പോ അല്ലെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഐഡിയോ ഗൂഗിൾ മീറ്റ് കൊണ്ട് ചിലപ്പോൾ പോസിബിൾ ആക്കാൻ പറ്റിയെന്ന് വരും, അല്ലെങ്കിൽ യൂട്യൂബ് കൊണ്ട് പോസിബിൾ ആക്കാൻ പറ്റിയെന്ന് വരും. ഇപ്പൊ പ്രോട്ടോടൈപ്പ് മെജോറിറ്റി ഓഫ് ടൈം ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഗൂഗിൾ മീറ്റും ഗൂഗിൾ ഡ്രൈവും ഇതുപോലുള്ള ഓൾറെഡി ഉള്ള പ്ലാറ്റ്ഫോമുകളാണ്. വാട്സാപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ അങ്ങനെയുള്ള ഒരുപാട് പ്ലാറ്റ്ഫോമുകളുടെ കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മുടെ സർവീസ് നമ്മൾ കൊടുത്തിരിക്കുന്നത്, നമ്മുടെ ഓഫറിംഗ് കസ്റ്റമർക്ക് നമ്മൾ ഫുൾഫിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുപോലെ പ്രൊഡക്റ്റ് ആണ് നമ്മൾ ഇറക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ എന്താണ് കസ്റ്റമർക്ക് കിട്ടേണ്ടത് അതിൽ ഫോക്കസ് ചെയ്യുക. നമ്മുടെ അവരുടെ ആപ്പിലോ വെബ്സൈറ്റിലോ ലോഗോയിലോ അതിന്റെ ഭംഗിയിലോ ഇതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് അവർക്ക് ആ ഓഫർ കറക്റ്റ് ആയിട്ട് നമ്മൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. ഇനി ഓഫർ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടോ എന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഒന്നല്ലെങ്കിൽ അവർ റെഫർ ചെയ്യും വേറെ ആൾക്കാർക്ക്, അല്ലെങ്കിൽ എന്ത് ചെയ്യും, റിപ്പീറ്റ് ചെയ്യും പർച്ചേസ്. ഇത് രണ്ടും നടക്കുന്നത് കാണുമ്പോൾ നമുക്കറിയാം നമ്മുടെ പ്രൊഡക്റ്റ് വർക്കൗട്ട് ആവുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും, ആൾക്കാർക്ക് ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അപ്പോൾ അത് മനസ്സിലാവണമെന്ന് വേറെ ടൈം ഉപയോഗിക്കും, പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് PMF. അത് ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല, അതൊരു വേറെ വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ നമ്മൾ ഡെലിവറി കൊടുത്തു വിചാരിക്കും, നമ്മുടെ ഓഫർ സൂപ്പറായി, അവർക്ക് പറഞ്ഞ പോലെ തന്നെ 30 മിനിറ്റിൽ ഫുഡ് കിട്ടി, കസ്റ്റമർക്ക് 30 മിനിറ്റിൽ ഫുഡ് വേണം, ആവശ്യമുണ്ട് അവർക്കും. അപ്പോൾ അവരെന്ത് ചെയ്യാൻ തുടങ്ങും, റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ വിളിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ കുറച്ച് കഴിയുമ്പോൾ അവരുടെ ഫ്രണ്ട്സും ഫാമിലിയും പരിചയക്കാരും ഒക്കെ നമ്മളെ വിളിച്ച് ഓർഡർ തരാൻ തുടങ്ങും. അങ്ങനെ നമുക്ക് ഓർഡർ ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത രീതിക്ക് എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ചിലപ്പോൾ കസ്റ്റമർ ആപ്പ് ആയിരിക്കും നമ്മൾ ബിൽഡ് ചെയ്യുക. ഹോട്ടലിൽ അപ്പോഴും ചിലപ്പോൾ നമ്മൾ ഒരു ആപ്പ് ബിൽഡ് ചെയ്യുന്നുണ്ടാവില്ല, ഹോട്ടലായിട്ട് നമ്മൾ വേറെ എന്തെങ്കിലും രീതിയിലായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഡെലിവറി ബോയ്ക്ക് ചിലപ്പോൾ ആപ്പ് ബിൽഡ് ചെയ്യുന്നുണ്ടാവില്ല, കുറെ കഴിഞ്ഞായിരിക്കും ഡെലിവറി ബോയ്ക്ക് ഒരു ആപ്പ് ബിൽഡ് ചെയ്യുക, കുറെ കഴിഞ്ഞായിരിക്കും റെസ്റ്റോറന്റ് ഒരു ആപ്പ് ബിൽഡ് ചെയ്യുക, കുറെ കഴിഞ്ഞായിരിക്കും ഈ ഡെലിവറി ബോയ് എവിടെ എത്തിയെന്ന് കസ്റ്റമർ ആപ്പിൽ കാണുന്ന രീതിയിലേക്കൊക്കെ ബിൽഡ് ചെയ്യുക. അപ്പൊ ഇങ്ങനെ ഗ്രാജുവലി ബിൽഡ് ചെയ്യുള്ളൂ. ഈവൺ ഒരു പ്രൊഡക്റ്റ് പോലും വേണ്ടി വരില്ല. ഇവിടെയൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട സാധനം ആ ഓഫറിങ് പ്രോപ്പർ ആയിട്ട് ഡെലിവറി ചെയ്യാന്നുള്ളതായിരിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നിങ്ങൾ മെജോറിറ്റി ആൾക്കാർ, ഞാൻ മീറ്റ് ചെയ്തിട്ടുള്ള മെജോറിറ്റി ആൾക്കാർ, അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റാർട്ടപ്സ് മെജോറിറ്റിയും ഈ ടെക് എനേബിൾഡ് ബിസിനസ്സിലാണ് കളിക്കുന്നത്, ടെക് എനേബിൾഡ് സ്റ്റാർട്ടപ്സ് ആണ്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെറുതെ MVP ബിൽഡ് ചെയ്ത് 3-4 മാസം സമയം കളയാണ്ട് ഇന്ന് എങ്ങനെ എന്റെ പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റും ആലോചിക്കുക. ഇന്ന് നാളത്തേക്ക് വെക്കാണ്ട് ഇന്ന് തന്നെ എങ്ങനെ ഈ ഒരു പ്രൊഡക്റ്റ് ലോഞ്ച് ചെയ്യാൻ പറ്റും. ഓൾറെഡി എന്തൊക്കെ ടെക്നോളജീസ് എനിക്ക് ഉപയോഗിച്ചിട്ട് നാട്ടിലുള്ള എന്തൊക്കെ ടെക്നോളജികൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സാധനവും ഫ്രീ ആയിട്ടുള്ള സോഴ്സ് ആയിക്കോട്ടെ, ഇനിയിപ്പോൾ പെയ്ഡ് കാശ് കൊടുത്തെന്തെങ്കിലും പർച്ചേസ് ചെയ്യണമെങ്കിൽ അതായിക്കോട്ടെ, അത് ഉപയോഗിച്ചിട്ട് എങ്ങനെ എൻ്റെ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം ആലോചിക്കുക. എന്നിട്ട് എത്രയും പെട്ടെന്ന് കസ്റ്റമർക്ക് കൊടുക്കുക. എത്രയും പെട്ടെന്ന് കസ്റ്റമർക്ക് ഡെലിവറി ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, എത്രയും പെട്ടെന്ന് നമുക്ക് ഫീഡ്ബാക്ക് കിട്ടും. അപ്പോൾ നമുക്ക് ഐട്രേറ്റ് ചെയ്യാനും പറ്റും. ഇനിയിപ്പോൾ പ്രൊഡക്റ്റ് വയബിൾ ആവില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അത് പൂട്ടുകയും ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് നിങ്ങൾ ഈ സൊമാറ്റോ പോലുള്ള സാധനം ഉണ്ടാക്കാൻ കസ്റ്റമർ ആപ്പ് ഉണ്ടാക്കി, ഡെലിവറി ആപ്പ് ഉണ്ടാക്കി, റെസ്റ്റോറന്റിനുള്ള ആപ്പ് ഉണ്ടാക്കി, ഇതൊക്കെ കഴിഞ്ഞ് നിങ്ങൾക്ക് ഇത് മാനേജ് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ ഒക്കെ ഉണ്ടാക്കി ഒരു കൊല്ലം അതിന്റെ പുറകെ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പ്രൊഡക്റ്റ് ഇറക്കിയിട്ട് ആരും ഉപയോഗിച്ചില്ലെങ്കിൽ ആ സമയവും പൈസ ഒക്കെ വെറുതെ വേസ്റ്റ് ആണ്.
അപ്പൊ ടെക് എനേബിൾഡ് ബിസിനസ്സുകളുടെ ഒരു അഡ്വാൻറ്റേജ് മനസ്സിലാക്കുക. MBO എന്നുള്ളത് അവർക്കൊരു അഡ്വാൻറ്റേജ് ആണ്. അവർക്ക് ഈ MVP-കാർക്ക് ടെക് ബിസിനസ് ആണെങ്കിൽ എന്താണെങ്കിലും അവർക്ക് ഒരു MVP ചെറിയ രീതിക്കെങ്കിലും ഉണ്ടാക്കേണ്ടി വരും. ഇവിടെയും MVP ഉണ്ടാക്കാണ്ട് ചെയ്തിട്ടുള്ള കുറെ ആൾക്കാരുടെ എക്സാമ്പിൾ ഒക്കെ ലീൻ സ്റ്റാർട്ടപ്പിൽ പറയുന്നുണ്ട്. പക്ഷെ എന്നാലും മിക്കവാറും ബിസിനസ്സുകൾക്ക് ഒരു MVP ചെറിയ രീതിക്കെങ്കിലും വേണ്ടി വരുമായിരിക്കും. അപ്പോൾ അല്ലാണ്ട് ചെയ്യാൻ പറ്റുന്ന ഐഡിയകളാണെങ്കിൽ നല്ല കാര്യം. അപ്പോൾ ഇവിടെ ഒരു അഡ്വാൻറ്റേജ്, ടെക് എനേബിൾഡ് ബിസിനസ്സുകാരുടെ അഡ്വാൻറ്റേജ് ഒരു സാധനം ഇല്ലാണ്ടും അവർക്ക് ഈ പ്രോഡക്റ്റ് അവർക്ക് ആ ഓഫറിംഗ് കംപ്ലീറ്റ് ഫുൾഫിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സാധനം മനസ്സിലാക്കുക. നിങ്ങൾ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന പ്രൊഡക്റ്റ് ആണെങ്കിൽ എങ്ങനെ നാളേക്ക് നാളെ നമ്മുടെ ഒരു ഓഫർ കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും എന്നുള്ള കാര്യം ചിന്തിക്കുക. അത് കൊടുക്കുക, അത് ഡെലിവറി ചെയ്യുക, പൈസ വാങ്ങുക. ഇങ്ങനെ ഗ്രാജുവലി ആ പൈസ വാങ്ങുമ്പോഴേക്ക് നമുക്ക് മനസ്സിലാവും ഈ ബിസിനസ് വയബിൾ ആവില്ല എന്നുള്ളത്. വൺസ് വയബിൾ ആവണ നല്ല ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ ടെക്നോളജികൾ നമുക്ക് പിന്നീട് ബിൽഡ് ചെയ്യാം. ഈ ബിസിനസ്സുകൾക്ക് സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ടെക്നോളജി ആവശ്യമുള്ളത്, ലോഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാനോ പ്രൊഡക്റ്റ് മാർക്കറ്റ് ഫിറ്റ് കണ്ടെത്താനോ നമുക്ക് ടെക്നോളജിയുടെ ആവശ്യമില്ല. സ്കെയിൽ ചെയ്യുമ്പോൾ സ്മൂത്ത് ആയിട്ട് കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണ് ടെക്നോളജിയുടെ ആവശ്യമുള്ളത്. ഇപ്പോൾ ഊബർ ആണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഓലയൊക്കെ തുടങ്ങിയത് തന്നെ ഫോൺ കോളിലാണ്. ഞാൻ ഇന്ന സ്ഥലത്തുണ്ട്, എനിക്കൊരു ടാക്സി വേണമെന്ന് ഒരു നമ്പറിലേക്ക് വിളിച്ച് പറഞ്ഞാൽ ടാക്സി അവിടെ എത്തുകയാണ് ചെയ്യുന്നത്. ആ ഒരു രീതിക്കാണ് ഓല തുടങ്ങിയത്. ഊബർ അങ്ങനെ അല്ലാന്ന് എൻ്റെ ഒരു അറിവ്. ഓല തുടങ്ങിയത് ഇന്ത്യയിൽ അങ്ങനെയാണെന്നുള്ളതാണ് കേട്ടിട്ടുള്ളത്. അതുപോലെ ഓയോ റൂം ആണെന്നുണ്ടെങ്കിൽ ഇതിനൊന്നും അതിന്റെ ആവശ്യമില്ല. ഇപ്പൊ എയർബിഎൻബി, ഓയോ എയർബിഎൻബി ഒക്കെ വേറെ ഓൾറെഡി ഉള്ള വേറെ പ്ലാറ്റ്ഫോമുകളിൽ കൊണ്ടുപോയി ലിസ്റ്റ് ചെയ്തിട്ടാണ് അവർ ഈ സർവീസുകൾ തുടങ്ങിയത് പോലും. അപ്പോൾ അങ്ങനെയുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള വഴികളിൽ കൂടിയിട്ട് നിങ്ങൾക്ക് കസ്റ്റമറെ സെർവ് ചെയ്യാനുള്ള കാര്യം കണ്ടെത്തുക. എത്രയും പെട്ടെന്ന് ആ ക്യാഷ് ഫ്ലോ ഉണ്ടാക്കാനുള്ള കാര്യം നോക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി എന്നല്ല, നിങ്ങൾക്ക് വെറുതെ കുറേ സമയവും നിങ്ങളുടെ പൈസയും കളയാനുള്ള രീതിക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡിയകൾ ഐറ്ററേറ്റ് ചെയ്യാനും നല്ലൊരു ഐഡിയയിലേക്ക് എത്തിച്ചേരാനും സാധിക്കും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുണ്ടായിരുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.